ഷെഫുള്ള കാലിക്കറ്റ് പുതിയൊരു ഔട്ട്ലെറ്റ് ഗോകുലം ലോഞ്ച് ചെയ്യുകയാണ്. നോർത്ത് റസോയ് മോണ്ടൻ ഇന്ത്യൻ ക്വിഷൻ ബൈ ഷെഫ്. സർ, കോഴിക്കോടുകാർക്ക് ഫിഷ് നിർവ്വാനിൽ നിന്ന് നോർത്തിലേക്ക് ആ ഒരു കോംബോ. സോ എന്താണ് നോർത്ത് റസോയ്? ശരിക്കും നോർത്ത് റസോയ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീം ആണ്. മൂന്നാമത്തെയാണ് കോഴിക്കോടേക്ക് വരിക. അപ്പോൾ ഈ കോഴിക്കോടുകാരുടെ നമുക്കറിയാം, ഫുഡ് പല തരത്തിലുള്ള ഭക്ഷണ പ്രേമികളുള്ള നാടാണ്. എല്ലാത്തരം ഭക്ഷണങ്ങളും അവർ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ ബ്രാൻഡ് ക്രിയേറ്റ് ആയതും കഴിഞ്ഞൊരു വർഷമായിട്ട് ഇത് വരികയും ചെയ്യുക. അപ്പോൾ കോഴിക്കോട് ഇത് കൊണ്ടുവരുന്നത് ഗോകുലം മാളിലാണ് വരിക. വളരെ ബ്യൂട്ടിഫുൾ ക്യൂട്ടായിട്ടുള്ള ഒരു 80 കവർ റെസ്റ്റോറന്റ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിർവ്വാണ അല്ലെങ്കിൽ നൂൽ പൊറോട്ട, വേണാട്, പാൽക്കഞ്ചി ഇതൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇവിടെ അതല്ല വരിക. ഇവിടെ ഒതന്റിക് ആയിട്ടുള്ള കുറെ സ്പെഷ്യാലിറ്റി ഡിഷുകൾ നമ്മുടെ റെസിപ്പീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആണ്. കോഴിക്കോട് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയറൊക്കെ തുടങ്ങിയ സമയത്ത് ജോലി ചെയ്തൊരു ഷെഫിലേക്ക്, ഒരു കുക്കിൽ നിന്ന് കുറെ സ്പെഷ്യാലിറ്റി ഡിഷുകൾ നമ്മുടെ റെസിപ്പീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആണ്. കോഴിക്കോട് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയറൊക്കെ തുടങ്ങിയ സമയത്ത് ജോലി ചെയ്തൊരു ഷെഫിലേക്ക്, ഒരു കുക്കിൽ നിന്ന് ഷെഫിലേക്കൊക്കെ തുടക്കം കോഴിക്കോട് എന്ന് പറഞ്ഞ നഗരമാണ്. കോഴിക്കോട് ഒരു പ്രൊജക്ട് ചെയ്യുക, അല്ലെ ഭക്ഷണ സംബന്ധമായിട്ട് ഒരു ബ്രാൻഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സെയിം ടൈമിൽ 5 പ്രൊജക്ട് ഈ നഗരത്തിലേക്ക് അത്രയും ഒരു കോൺഫിഡന്റ് അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾ ചെയ്യില്ല. അപ്പൊ ഇത് 5 എടുക്കുക എന്ന് പറയുന്ന ഒരു റിസ്ക് ആണ്. അപ്പൊ ഈ റിസ്ക് കോഴിക്കോട് നഗരത്തിന്റെ കോൺഫിഡൻസ് ആണ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിനി നോർത്ത് റസോയിലേക്ക് കാണാം. നമസ്കാരം, ഞാനിവിടെ കോഴിക്കോടാണ്. ഭയങ്കര സന്തോഷമായിട്ട് നമ്മളുടെ ഒരു 5 റെസ്റ്റോറൻറ്റ് വരികയാണ്. അപ്പം ഗോകുലം മോളിൽ നോർത്ത് റസോയ് വരുന്നുണ്ട്. ഇത് കോഴിക്കോട് ബീച്ചിലെ ആസ്പിൻ കോട്ടയാട് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള വരിക. അതിനോടൊപ്പം യാച്ച എന്ന് പറഞ്ഞ ഒരു ചായക്കടയും നാടൻ ചായയും പലഹാരങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. നമ്മൾ 15ഓളം മാസം എടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴിക്കോടിലെ ഭക്ഷണപ്രേമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അത് കൂടാണ്ട് തന്നെ ബീച്ചിൽ നമ്മളുടെ ഒരു ബേക്കറിയും ഒരു കഫേയും കൂടെ വരുന്നുണ്ട്. സോ ഗൈസ്, ഭയങ്കര കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണ്. ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്ന ഒരു നഗരമാണ്. അവിടെ 4-5 റെസ്റ്റോറൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഗൈസ്. അപ്പം എത്രയും വേഗത്തിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പം വരിക. താങ്ക് യു സോ മച്ച്.